നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A body moving with simple harmonic motion has velocities of 10 meter per second and 4 meter per second at 2 and 4 meter distance from the main position. Find the amplitude and time period of the body. അതായത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ട് വെലോസിറ്റീസ് പറയുന്നുണ്ട് അല്ലേ. ഹാസ് ദ വെലോസിറ്റീസ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 4 at 2 and 4 മീറ്റർ. അതായത് 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ എത്രയാണ് വെലോസിറ്റിയുടെ വാല്യൂ പറയുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ 4 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ബോഡിയിൽ ഇപ്പോൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ടൈം പീരീഡും കണ്ടുപിടിക്കണം. എന്തായിരുന്നു ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് 6 കണ്ടുപിടിക്കണം. പിന്നെ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നത്? 6 അതുപോലെ തന്നെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് TP ആണ്. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പ്രോബ്ലംസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഗിവൺ ഡേറ്റാസ് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് എഴുതിയിടുക. ഇക്വേഷൻസ് എങ്കിലും എഴുതിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസ് എഴുതണം. കാര്യം ചിലപ്പോൾ ഇക്വേഷൻസിന് പ്രത്യേക മാർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ചിലപ്പോൾ 1 മാർക്ക് ഇക്വേഷൻ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എഴുതിയിട്ട് മാത്രമേ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാവൂ. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. അതായത് 2 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R² മൈനസ് X² ആണ് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ 2 എന്താണ്? X ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതിൽ 10 എന്ന് പറയുന്നത് X = 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി = 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ഫസ്റ്റ് കേസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് വെലോസിറ്റി എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ 10 അടുത്തത് ഒമേഗയുടെ വാല്യൂ നമുക്കറിയത്തില്ല, അത് ആംഗുലർ വെലോസിറ്റിയാണ്, അതവിടെ തന്നെ കിടക്കട്ടെ. അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് ആറിൻ്റെ വാല്യൂ അറിയാമോ? ഇല്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? R² എന്ന് തന്നെ ഇട്ടേക്കാം മൈനസ് X². എക്സ് നമുക്കറിയാം എത്രയാണ്? 2 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2² ഇടാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ഫസ്റ്റ് കേസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് കേസിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ വാല്യൂ 4 ആണ്. അതുപോലെ തന്നെ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ് അല്ലേ. വെലോസിറ്റിയുടെ വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വെലോസിറ്റിയുടെ വാല്യൂ 4 ആണ്. 4 = ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R². R എന്ന് പറയുന്നത് അറിയത്തില്ല, കണ്ടുപിടിക്കണം അല്ലേ. മൈനസ് അടുത്തത് എക്സ് എന്ന് പറയുന്നതും 4 ആണ്. 4ൻ്റെ സ്ക്വയർ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കിക്കേ, 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഇക്വേഷൻസ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും സെക്കൻഡ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും കൂടെ ഡിവൈഡ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഇക്വേഷൻ റൈറ്റ് സൈഡും സെക്കൻഡ് ഇക്വേഷൻ റൈറ്റ് സൈഡും ഡിവൈഡ് ചെയ്യുക. നോക്കാം, ഫസ്റ്റ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 10 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് ഏതാണ്? 4 ആണ് അല്ലേ. ഇനി = ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R² മൈനസ് 2² ഡിവൈഡഡ് ബൈ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഏതാണ്? ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് R² മൈനസ് 4² ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇതിൽ ഈ ഒമേഗയും സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യണം? 10ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് തരുമ്പോൾ 5 ഡിവൈഡ് ബൈ 2 ആണ്. അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് 2.5 = സ്ക്വയർ റൂട്ട് ഓഫ് R² മൈനസ് 4 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് R² മൈനസ് 16 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് മാറ്റണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് സൈഡിനെയും സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6.25 ആണ്. ഓക്കെ, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? അതിൻ്റെ സ്ക്വയർ റൂട്ട് അങ്ങ് മാറും, അത്രേ ഉള്ളൂ. R² മൈനസ് 4 ഡിവൈഡഡ് ബൈ R² മൈനസ് 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ ചെയ്യാം? ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 6.25 × R²
മൈനസ് 16 × 6.25 ഓക്കെ ഈക്വൽ ടു ബാക്കി ഈക്വൽ ടു സൈനുള്ള അപ്പുറത്തുള്ളത് അതുപോലെ തന്നെ എഴുതിക്കോ r² - 4 എന്ന് കിട്ടും. ഇനി നമുക്ക് r² ഉള്ള ടേമിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം, കോൺസ്റ്റൻ്റ് ഉള്ള ടേമിനെല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നോക്കി 6.25 r²ഉം ഈ r² ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും -r² ആകും. അപ്പോൾ 6.25 r² നിന്നും r² പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5.25 r² എന്ന് കിട്ടും. ഓക്കെ ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടിരിക്കുക. ഈ 16ഉം 6.25 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ്. ഓക്കെ അപ്പോൾ ഈ -100നെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ +100 - 4 എന്ന് വരും, അതായത് 96 എന്ന് വരും. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് r² എങ്ങനെ എഴുതാനായിട്ട് പറ്റും? r² = 96 / 5.25 എന്ന് വരും, 18.28 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് 6 കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? r = √18.28, അതായത് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത് 4.28 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ നമുക്ക് ഇതായിരുന്നു ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നത്, അതായത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു 4.28 ആണെന്ന്. മനസ്സിലായല്ലോ അല്ലേ? ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്ത് എടുക്കുക, അത് അത്ര മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T = എന്താണ്? 2π / ഒമേഗ ആണ് അല്ലേ. നമുക്ക് ഒമേഗ അറിയാവോ? ഇല്ല, ഇതിൽ നമുക്ക് ഒമേഗ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, ഒന്നുകിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം ഒമേഗ കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 10 ഒമേഗ = 10 / √r² - 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 10 / √r-ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, 4.28 ആണ് അല്ലേ. 4.28 സ്ക്വയർ -4. അപ്പോൾ ഇതിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.64 എന്ന് കിട്ടും. യൂണിറ്റ് എന്തായിരുന്നു? ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻസ്/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സിമ്പിളായിട്ട് TP കണ്ടുപിടിക്കാമല്ലോ. ടൈം പീരീഡ് എങ്ങനെയാണ്? 2π / ഒമേഗ 2.64 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 2π / 2.64, അതായത് 2.38 എന്ന് കിട്ടും. യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. ഓക്കെ 2.38 സെക്കൻഡാണ്. ടൈം പീരീഡ് ആയതുകൊണ്ട് അത് സെക്കൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള 2 നമ്മൾ കണ്ടുപിടിച്ചു, ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിച്ചു, ടൈം പീരീഡും കണ്ടുപിടിച്ചു. വീഡിയോയിൽ അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്